വർഷങ്ങളായി നൂറുകണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടിയതിൽ പ്രദേശമാകെ ആഹ്ലാദത്തിൽ നിരന്തരമായ ഇടപെടലുകളുടെ തുടർച്ചയാണ് അടച്ചുപൂട്ടലെന്ന് പി.കെ. ഫിറോസ് എം.എൽ.എ. പറഞ്ഞു. അതേസമയം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണെന്ന ആരോപണവുമായി പരാതിക്കാരിൽ ഒരാളും രംഗത്തെത്തി. മലയോര മേഖലയിൽ താമരശ്ശേരി, കട്ടിപ്പാറ, ഓമശ്ശേരി, കോടഞ്ചേരി പഞ്ചായത്ത് പരിധിയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിച്ച ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടാൻ സർക്കാർ തീരുമാനമെടുത്തത് വർഷങ്ങളായുള്ള ശക്തമായ സമരങ്ങളുടെയും വിവിധ ഘട്ടങ്ങളിലുണ്ടായ ഇടപെടലുകളുടെയും തുടർച്ചയാണെന്ന് പി.കെ. ഫിറോസ് എം.എൽ.എ. അറിയിച്ചു. കരിമ്പാലക്കുന്നുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന ഗുരുതര പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ തുടർച്ചയായാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫ്രഷ് കട്ട് പ്ലാന്റ് പൂട്ടാൻ ബുധനാഴ്ച ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിൽ പ്ലാന്റിൽ വെള്ളം കയറി ഇവിടെ സൂക്ഷിച്ചിരുന്ന കോഴിമാലിന്യം സമീപത്തെ പുഴയിലേക്ക് ഒഴുകുന്ന ഗുരുതര സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് പ്ലാന്റ് നേരിട്ട് സന്ദർശിച്ച പി.കെ. ഫിറോസ് എം.എൽ.എ. കളക്ടറോട് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. വിഷയത്തിൻ്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും എം.എൽ.എ. പറഞ്ഞു. കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ 3 ഗ്രാമപഞ്ചായത്തുകളിലെയും തിരുവമ്പാടി മണ്ഡലത്തിലെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെയും നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും മലിനീകരണവും കാരണം വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നത്. ദൈനംദിന ജീവിതം ദുസ്സഹമാവുന്നതിനോടൊപ്പം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും പ്രദേശവാസികൾ നേരിടുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പ്ലാന്റ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ നിരവധി ആളുകൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മാസങ്ങളോളം ജയിലിലും അടച്ചിരുന്നു. വർഷങ്ങളായി ഒരു ജനത അനുഭവിച്ച ദുരിതത്തിന് അറുതി വരുത്തുന്ന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങളുടെ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തിന് നന്ദി അറിയിക്കുന്നതായും ജനകീയ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിലും പ്രതികരിച്ചു. അതേസമയം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തീരുമാനമാണെന്നാണ് പരാതിക്കാരിൽ ഒരാളായ സെയ്തലവി തിരുവമ്പാടി പറഞ്ഞത്. കോടതിയിൽ പോയാൽ നിഷ്പ്രയാസം ഫ്രഷ് കട്ട് ഉടമകൾക്ക് വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താൽക്കാലികമായി ഇതിൽ സന്തോഷമുണ്ടെങ്കിലും ശരിക്കും ഇത് കോടതിയിൽ നിലനിൽക്കാത്തൊരു കേസാണ്. ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാം. പോലീസിന് അതുപോലെ ശുദ്ധജല സ്രോതസ് മലിനമാക്കിയതുമായി ബന്ധപ്പെട്ട് എടുക്കാം. കാരണം 23-ലും 24-ലും എല്ലാം അവിടെ വെള്ളം കയറിയിട്ടുള്ളതാണ്. ഈ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് അവർ മാലിന്യം ഇതാക്കിയതിന് നേരത്തെ ഫൈൻ ഈടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അഡ്വക്കറ്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി ഈ ഉത്തരവ് ഇത്രയും ഒരു റഫായിട്ട് എഴുതിയത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ എന്നുകൂടെ പരിശോധിക്കണം. CTV പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.